ആശാവർക്കർമാരുടെ സമരത്തിൽ ഒന്നാം പ്രതി മോദി സർക്കാരെന്ന് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC. പദ്ധതികൾ ആവിഷ്കരിച്ച് സഹായിക്കേണ്ടത് കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പറഞ്ഞു. ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ INTUC പങ്കെടുക്കില്ലെന്നും നിലപാട്. പഞ്ചായത്തുകളുടെ മുമ്പിൽ സമരം നടക്കുന്നതോടൊപ്പം തന്നെ അടുത്ത ഘട്ടം നമ്മുടെ സമരം രാജ്ഭവന്റെ മുമ്പിലോ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലോ ആണ്. ഇതിൽ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരും രണ്ടാം പ്രതി സംസ്ഥാന ഗവൺമെന്റുകളുമാണ്. രണ്ടുപേരും കൂടി ചേർന്ന് വേണം ഇവരെ സഹായിക്കാൻ. അതാണ് ഈ നിയമം, അതിന്റെ പദ്ധതി അതാണ്. അതൊരു സംഘടന നടത്തുന്ന സമരമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാമല്ലോ. ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവർ തീരുമാനിച്ച് അവർ നടത്തുന്ന ഒരു സമരം. അതേപോലെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ആ സമരങ്ങളിലേക്ക് വരും. നമ്മുടെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളോടല്ലേ ആദ്യം പറയേണ്ടത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, അതായത് ഇന്നലെ അടക്കം നിയമസഭയിൽ ഇന്നും പല പൊതുവേദികളിലും കോൺഗ്രസ് നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ INTUC കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയൻ സംഘടന എടുത്തിരിക്കുന്ന നിലപാട്. കൃത്യമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെക്കുന്ന നിലപാടുമായി യോജിക്കുന്നത് INTUC. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷ, തീർച്ചയായും നാളിതുവരെയായി ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചിട്ട് ആഴ്ചകളായി. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ INTUC അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ ആ സമരത്തെ സഹായിക്കുന്നതിന് വേണ്ടി, ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഈ വിഷയത്തിൽ അവരുടെ യുവജന വിഭാഗം, മഹിളാ വിഭാഗം, ഇന്റർനാഷണൽ കോൺഗ്രസ് അടക്കം ഈ സമരത്തിൽ നേരിട്ട് അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുകയും അവരുടെ സമരത്തിൽ പങ്കെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴെല്ലാം ഉയർന്നൊരു വിമർശനമാണ് INTUC എന്തുകൊണ്ട് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത്. അതിനുള്ള വിശദീകരണവുമായാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ വിഷയം നേരത്തെ തന്നെ INTUC ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് INTUC മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ, ഈ ആശമാരുടെ വിഷയം പരിഹരിക്കേണ്ടത്, ഈ വിഷയത്തിൽ അവർ സമരത്തിലേക്ക് വരെ നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ അതിൽ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരാണ് എന്ന് വളരെ കൃത്യമായി തന്നെ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പറഞ്ഞു വെക്കുന്നു. ഇതിൽ ഈ പദ്ധതികളടക്കം ആവിഷ്കരിച്ചുകൊണ്ട് അവരെ അത് സ്ഥിരപ്പെടുത്തുന്നതിനാവശ്യമായ, അല്ലെങ്കിൽ അവർക്ക് ഈ വേതനം നൽകുന്നതിനാവശ്യമായ ഇടപെടലെല്ലാം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച് മുന്നോട്ട് പോകണം. ആ നിലയിൽ മാത്രമേ ഈ ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇവരുടെ, അതായത് ഈ ആശമാരുടെ ഇൻസെൻറ്റീവ് നൽകുന്നത് ഇതിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം മാത്രമാണ് നിലവിലിപ്പോൾ ആശമാർക്ക് കിട്ടുന്നത്. അതോടൊപ്പം ഈ ഓണറേറിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ആ ഓണറേറിയവും വളരെ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻസെൻറ്റീവ് അടക്കമുള്ള ഈ 60% ഇൻസെൻറ്റീവ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന ഈ കൃത്യവിലോപം തന്നെയാണ് ഇവരെ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന കാര്യം പറയാതെ പറയുകയാണ് R. ചന്ദ്രശേഖരൻ. എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിലേക്കടക്കം വിവിധ സമരങ്ങൾ INTUC നടത്തിയിട്ടുണ്ട്, നേരത്തെ ഇനിയും നടത്തുന്നുണ്ട്. രാഷ്ട്രീയ ദിശയോടുകൂടി തന്നെയാണ് INTUC അതിൻ്റെ ട്രേഡ് യൂണിയൻ സ്വഭാവം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്നലെ തന്നെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവ് VD സതീശനോടും പാലക്കാട് അംഗത്തോടും പാലക്കാട് MLA പറയുകയുണ്ടായി. കാരണം INTUCയോട് ഈ കോൺഗ്രസ് ഈ നിലപാട്, ഈ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്നത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ വ്യക്തമാക്കുന്നതാണ് എന്ന് R. ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ എന്നതാണ് ഏറ്റവും പ്രസക്തം. കമലേഷ്. അജിംഷാദ്, തീർച്ചയായും അത് തന്നെയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി ഈ വിഷയത്തിൽ കാണേണ്ടത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളാകെ ഈ വിഷയം ഏറ്റെടുത്തതിനു ശേഷം ഒരു വരി പോലും കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ വസ്തുത, ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഈ കേന്ദ്രത്തിൻ്റെ സ്കീമിൽ വരുന്ന തൊഴിലാളികളാണ് ആശാവർക്കർമാർ. അവർക്ക് വേതനം നൽകണോ, അവരെ സ്ഥിരപ്പെടുത്തണോ, അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നിരിക്കെ ഒരു വാക്കുപോലും, ഒരു വിമർശനം പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്ത് തയ്യാറായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ കേന്ദ്രത്തെ പൂർണ്ണമായും കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്ന നിലയിലേക്ക് പോലും കോൺഗ്രസ് നേതാക്കൾ പോകുന്നു. ഇന്ന് രാവിലെ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് കേന്ദ്രം കൊടുക്കാനുള്ള മുഴുവൻ തുകയും കൊടുത്തു കഴിഞ്ഞു, അതിൽ കൂടുതലാണ് കേന്ദ്രം കൊടുത്തിട്ടുള്ളത്. ആ നിലയിൽ കേന്ദ്രത്തിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട്, എന്നാൽ സംസ്ഥാന സർക്കാരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്ന വേളയിലാണ് ഘടകവിരുദ്ധമായ, അല്ലെങ്കിൽ ആ നിലപാടിനോട് നേരെ അപ്പുറം നിൽക്കുന്ന ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക്
ഈ INTUC കോൺഗ്രസിൻ്റെ തന്നെ തൊഴിലാളി വിഭാഗമായ INTUC ഒരു നിലപാടുമായി വരുന്നത് എന്നത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏറെ ശ്രദ്ധേയമായ, കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് ആശമാരുടെ സമരത്തിൽ ഒരു പിന്തുണയുമായി INTUC പോകാത്തത്, അല്ലെങ്കിൽ അവരെ പിന്തുണച്ച് ആ സമരത്തിൻ്റെ ഭാഗമാവുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് ഒരു ട്രേഡ് യൂണിയൻ തീരുമാനിച്ച് അവരുടേതായ നിലയിൽ സമരം ചെയ്യുകയാണ്. അതുപോലെ തന്നെ INTUC തീരുമാനിച്ച് INTUCയുടെ തീരുമാനപ്രകാരം INTUC മറ്റ് സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം, മറ്റ് എല്ലാ വിഭാഗവും കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അതിനൊപ്പം നിൽക്കുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു വിഭിന്നമായൊരു നിലപാടുമായി INTUC മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ ഈ വിഷയത്തിലെ യാഥാർത്ഥ്യം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, കമലേഷ് തെക്കേക്കാടാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.